السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ദുൽഹിജ്ജ 30 അറബി മാസപ്രകാരം ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. നാളത്തെ ദിവസം പുതുവത്സരമായി കണക്കാക്കപ്പെടുന്ന മുഹറം 1. പുതുവത്സരം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആലോചിക്കേണ്ടത്, അദ്ദേഹം ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സിൽ നിന്നും ഒരെണ്ണം കുറഞ്ഞുപോയി, ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷക്കാലം അള്ളാഹു നൽകിയ ഈ ആയുസ്സിനിടക്ക് ഞാൻ എത്രത്തോളം നന്മകൾ എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്നെ സൃഷ്ടിച്ചയച്ചത് അവന് പരിപൂർണമായും വഴിപ്പെട്ട് അവനെ അംഗീകരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ നൽകിയ ആയുസ്സിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എനിക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ എത്രയാണ്. ഇവകളെല്ലാം ഒന്ന് വിചാരണ ചെയ്യേണ്ടുന്ന ഒരവസരത്തിലാണ് വിശ്വാസിയുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നൽകിയ വലിയൊരു ഉപദേശം ഈ സമയത്ത് ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വന്തം ശരീരത്തൊന്ന് വിചാരണ ചെയ്യണേ. നിങ്ങൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നതിന് മുമ്പായിട്ട് സ്വന്തം ശരീരത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചൊന്ന് ആലോചന നടത്തണേ, ഒരു പുനർവിചിന്തനം നടത്തണേ. അള്ളാഹു നൽകിയ ഈ ആരോഗ്യം നാം എന്തിലായി ചെലവഴിച്ചു? അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കാനും മറ്റു ഫർളായ ആരാധനകൾ ചെയ്യാനും അതോടൊപ്പം സുന്നത്തായ ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കേണ്ട ഞാൻ കഴിഞ്ഞ വർഷക്കാലം എത്ര കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, നോമ്പുകൾ എത്ര കൃത്യതയോടെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഞാൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ളൊരു വിചാരണ നാം നടത്തുക. വസ്നു ഖബ്ല അൻ തൂസനു, അതേ നാം ചെയ്ത അമലുകൾ കുറിച്ചൊന്ന് തൂക്കി നോക്കുന്നത് നന്നായിരിക്കും. എത്ര കണ്ട് എനിക്ക് ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ റബ്ബിന് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇബാദത്തുകളിൽ എത്ര കണ്ട് ആത്മാർത്ഥത എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ല അതിൽ റിയാ, അതേ ലോകമാന്യം കടന്നുകൂടിയിട്ടുണ്ടോ, അത് കാരണം എൻ്റെ അമലുകളുടെ എല്ലാം ഫലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പുനർവിചിന്തനം നടത്തുക എന്നുള്ളത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവത്സരം ആഘോഷിക്കുന്ന ഈ അവസ്ഥയിൽ, ഈ വേളയിൽ പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് പറയുന്നുണ്ട്, ഫഇന്നഹു അഖഫു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബുൽ യൗം, അത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, പാരത്രിക ലോക വിജയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തതിനെക്കുറിച്ചുള്ളൊരു പുനർവിചിന്തനം നടത്തുക എന്നുള്ളത് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ ആ വിചാരണ എളുപ്പമാകാൻ നിങ്ങളെ സഹായിക്കും. അഥവാ റബ്ബേ, എൻ്റെ ആഖിറത്ത് ലോക വിജയത്തിന് വേണ്ടി, പാരത്രിക ലോക വിജയത്തിന് വേണ്ടി എനിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞില്ലല്ലോ, ഇനിയുള്ള ആയുസ്സിലെങ്കിലും എനിക്ക് നന്മകൾ ധാരാളം ചെയ്യണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണമെന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി അപ്രകാരം നിനക്ക് അമലുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ, നിൻ്റെ അമലുകൾ നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോൾ അവിടെ നിനക്ക് ധാരാളം നന്മകളുമായി, അതേ സൽക്കർമ്മങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ അത് നിന്നെ സഹായിക്കുമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം. ഈ സാരോപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ-റഹീമായ റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള ആയുസ് പൂർണ്ണമായും റബ്ബിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തി അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനും റബ്ബിനെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.